169 നിക്ഷേപകരുടെ 6 കോടിയോളം രൂപയാണ് കോഴിക്കോട്ടെ നവഗ്രഹ എന്റർപ്രൈസസ് അടച്ചുപൂട്ടിയതോടെ വെള്ളത്തിലായത്. ഉയർന്ന പലിശ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് സ്ഥാപനത്തിന്റെ MD ആയിരുന്ന KV ഹരിദാസ് നിക്ഷേപകരെ ആകർഷിച്ചത്. കൂലിപ്പണിക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ വാഗ്ദാനം വിശ്വസിച്ച് നവഗ്രഹയിൽ നിക്ഷേപം നടത്തി. സ്ഥാപനം അടച്ചുപൂട്ടിയതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരികെയാണിവർ. ഞാൻ സർവീസിന് പിരിഞ്ഞുമ്പോൾ എനിക്ക് ഇയാളെ ഹരിദാസാറിന് പരിചയമുണ്ട്. അത് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ മൂപ്പരിനോട് പറഞ്ഞ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യിച്ചത് അവിടെ. ഇപ്പോൾ അവർ ഉച്ചതിന് ശേഷം അവരോട് ചോദിക്കുമ്പോൾ അതിന് ആരും ഒന്നും പറയുന്നില്ല. ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത്. കൂലിപ്പണിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പൈസ ഇട്ടത്. അപ്പോൾ 2.25 ലക്ഷത്തിൽ 24% പലിശ തൊഴിലാണ് തരാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പൈസയില്ല, മുതലും ഇല്ലാതെ നടക്കുകയാണ്. 1994 കോഴിക്കോട് MA ബസാറിൽ നവഗ്രഹ എന്റർപ്രൈസസ് എന്ന പേരിൽ ഹരിദാസ് ധനകാര്യ സ്ഥാപനം ആരംഭിക്കുന്നത്. 1 ലക്ഷം രൂപ വീതം ഓഹരിയുള്ള 6 ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ചേർന്നായിരുന്നു തുടക്കം. എന്നാൽ ഹരിദാസിന്റെ മരണത്തോടെ മുന്നറിയിപ്പുകളൊന്നും നൽകാതെ 2 ആഴ്ച മുമ്പ് സ്ഥാപനം അടച്ചുപൂട്ടി. സമൂഹത്തിലെ ഉന്നതരാണ് ഡയറക്ടർ ബോർഡിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ സംഭവം ഒതുക്കി തീർക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെന്നും നിക്ഷേപം നടത്തിയവർ ആരോപിക്കുന്നു. ഹരിദാസ് MD ആയിരുന്ന സമയത്ത് 24% നിരക്കിൽ നിക്ഷേപകർക്ക് സ്ഥാപനം പലിശ നൽകി പോന്നിരുന്നു. വർഷങ്ങളായി ഉയർന്ന പലിശ നൽകിയതിനെ തുടർന്ന് സ്ഥാപനം നഷ്ടത്തിലാണെന്നും എല്ലാവരുടെയും നിക്ഷേപം ഉടൻ തിരികെ നൽകും എന്നുമാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെ അവകാശവാദം. എന്തായാലും പണം നഷ്ടപ്പെട്ടവർ ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.